എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന്, അതായത് ജൂൺ 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും 5 മണിക്ക് ഹയർ സെക്കൻഡറിയുടെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എത്ര അലോട്ട്മെൻറ്റുകളാണ് ഉള്ളത്, ഇനി വിദ്യാർത്ഥികൾക്ക് അതിന് വീണ്ടും അപേക്ഷിക്കണോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു പേടിയായിരിക്കും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് എൻ്റെ മകന് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റുകൾ ഇനി കുറയുണ്ടോ, അല്ലെങ്കിൽ ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റിലാണോ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പാരൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പോട്ട് അഡ്മിഷനിലാണോ ഇനി പങ്കെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ഈ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇനി എത്ര അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക, ഇനി അതിന് അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ടോ, ഇനി എങ്ങനെയാണ് അതിന് അപേക്ഷിക്കേണ്ടത്, ഇതുപോലുള്ള എല്ലാവിധ കാര്യങ്ങളും, അതായത് ഇനി എത്ര അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ മുഖ്യഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷ കൊടുത്ത ശേഷം ആ ഒരു സമയത്ത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷമുള്ള അലോട്ട്മെൻറ്റുകളെയാണ് മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മുഖ്യഘട്ടത്തിൽ പിന്നീട് ഒരു എഡിറ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മുഖ്യഘട്ടത്തിലുള്ള അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് 1, 2, 3 അലോട്ട്മെൻറ്റുകളാണ് മുഖ്യഘട്ടത്തിൽ നടക്കുന്നത്. മുഖ്യഘട്ടത്തിലെ ആദ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 10-ാം തീയതിയോടെയാണ് അതിൻ്റെ അഡ്മിഷൻ ഉണ്ടാകുക. ജൂൺ 9-ാം തീയതിയോടെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 15-ാം തീയതിയോടെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റുകൾക്കായിട്ട് നിങ്ങൾ പുതുതായിട്ട് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ ഓപ്ഷൻ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക മാത്രമാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയുടേതായാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേതായിരുന്നാലും മെറിറ്റ് കോട്ടയുടേതായിരുന്നാലും അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയുടേതായിരുന്നാലും അല്ലെങ്കിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റേതായിരുന്നാലും നിങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിലായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. മുഖ്യഘട്ടത്തിലുള്ള 1, 2, 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പാരൻസ് ചോദിക്കുന്ന അടുത്ത സംശയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ഇനി പിന്നീട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക. ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇതുവരെയുള്ള 1, 2, 3 അലോട്ട്മെൻറ്റുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂളും അതുപോലെ തന്നെ കോഴ്സും മാറുന്നതിനായിട്ട് ആ ഒരു സമയത്ത് അവസരം നൽകും. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുക. ചിലപ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫറിന് മുമ്പ് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുൻ വർഷങ്ങളിലൊക്കെ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ വീണ്ടും അപേക്ഷിക്കണോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ HSC വിഭാഗത്തിൽ, അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾക്ക് ഒന്നുകിൽ മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് എല്ലാവർക്കും അഡ്മിഷൻ നേടുന്ന ഒരു കോട്ടയാണ് മെറിറ്റ് കോട്ട. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ MRS കോട്ട എന്നിങ്ങനെ വിവിധ കോട്ടകളുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിലും ഇതിൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥി, അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എവിടെയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ തന്നിട്ടില്ല, സ്കൂളിൽ പോയ സമയത്ത് നിങ്ങളോട് അപേക്ഷയിൽ തെറ്റുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നിട്ടില്ല. ഇനി ചില വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് ഇതുവരെ അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റാത്ത വിദ്യാർത്ഥികളുണ്ടാവും, അതായത് ഇതുവരെ ചിലപ്പോൾ SSLCയുടെ സേ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇതുവരെയും നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടതായിട്ട് വരും. എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ കാണാൻ പറ്റുന്നതും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് വിദ്യാർത്ഥികൾ ഈ ഒരു പുതുതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതും
നിങ്ങൾക്ക് അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അങ്ങനെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂൾ എവിടെയാണോ അവിടേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ഹയർ സെക്കൻഡറിയിലും ഉണ്ടാകും, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഉണ്ടാകും. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളും ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഓരോ അലോട്ട്മെൻറ്റും എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. കാരണം ഞാൻ നിങ്ങളോടിപ്പോൾ ജൂൺ 9-ാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിലപ്പോൾ നേരത്തെ ഒക്കെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ഡെയിലി ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും നിങ്ങൾ ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പുതുതായിട്ടുള്ള ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം നിങ്ങൾക്ക്, അതായത് ഓരോ സപ്ലിമെൻ്ററിക്ക് ശേഷം നിങ്ങൾ നേരിട്ട് പോയിട്ട്, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ അനുവദിക്കുന്നത് ചിലപ്പോൾ മാത്രമാണ് ടെമ്പററി അഡ്മിഷൻ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ വിദ്യാർത്ഥികൾ എടുക്കേണ്ടത് നിർബന്ധമായിട്ട് വരികയും ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക. സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ജില്ലാ ട്രാൻസ്ഫർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ജില്ലാ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായ ശേഷം, അതായത് അതിന് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിലെ 1, 2, 3, അതായത് 2 അലോട്ട്മെൻറ്റുകളാവും. അപ്പോൾ ആ 2 അലോട്ട്മെൻറ്റുകൾ എന്നിവ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു ജില്ലാ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ജില്ലാ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം പിന്നീട് നടത്തുന്ന അഡ്മിഷനാണ് പിന്നീട് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഒരു അലോട്ട്മെൻറ്റ് കൂടി ചിലപ്പോൾ നടത്തും. അങ്ങനെ തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി നടത്തി അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പിന്നീട് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടതായിട്ട് വരിക. അതിനുശേഷവും പല സ്കൂളുകളിൽ ഈ ഒരു വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ചില സമയത്ത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. സാധാരണ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നടത്തുന്ന അലോട്ട്മെൻറ്റുകളാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. സ്പോട്ട് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. സ്പോട്ട് അഡ്മിഷൻ നേടുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് HSKP വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വേക്കൻസികൾ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ സമർപ്പിച്ച ശേഷം പിന്നീട് നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് ഓരോ സ്കൂളിലെ വേക്കൻസിയും നിങ്ങളുടെ റാങ്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സ്കൂളിലേക്ക് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങളുടെ റാങ്ക് നമ്പർ എത്രയാണോ, അതുപോലെ സ്കൂളിലെ വേക്കൻസി എത്രയാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതായത് ഇന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ 11 മണിക്ക് മുമ്പായിട്ട് ഇന്ന സ്കൂളുകളിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ആ ഒരു സ്കൂളിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയും കൂടി പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് A എന്ന സ്കൂളിൽ ഏകദേശം ഒരു 5 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിൽ, അതായത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ B എന്ന സ്കൂളിൽ നിങ്ങൾക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത്, അതായത് B എന്ന സ്കൂളിൽ അതായത് ഒരു 4 വേക്കൻസി ആണുള്ളത്, അവിടെ ഹ്യൂമാനിറ്റീസ് ആണ് വേക്കൻസി ഉള്ളത്. അതുപോലെ തന്നെ C എന്ന സ്കൂളിൽ നിങ്ങൾക്ക് ഈ ഒരു കൊമേഴ്സിന് 8 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഓപ്ഷനുകൾ വെച്ചു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ റാങ്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക്, അതായത് യുവർ റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് 3 ആണ്. അതുപോലെ തന്നെ ഈ ഒരു B എന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ C എന്ന അവിടെ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 5 വേക്കൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ റാങ്ക് 3ാമതായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് A എന്ന സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 3ാമത്തെ ആ ഒരു സ്ഥാനം നിങ്ങൾക്കായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുക. അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ ഒന്ന് മാത്രമേ നടത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനാണ് നേടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് അതിനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ചുരുക്കി പറയാം. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതായത് ഇനിയുള്ളത് സെക്കൻഡും തേർഡ് അലോട്ട്മെൻറ്റുമാണ്. ഈ ഒരു സെക്കൻഡിലും തേർഡിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. സപ്ലിമെൻ്ററി ഘട്ടത്തിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷന് പിന്നീട് പങ്കെടുത്താൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ്
ലഭിക്കില്ല. അതുപോലെ തന്നെ പാരൻസും വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നുള്ളത് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയും അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററിക്കും അതുപോലെ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററിക്കും നിങ്ങൾ അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.